കൈരളിയുടെ എല്ലാ പ്രേക്ഷകർക്കും ജീവിതം സാക്ഷിയിലേക്ക് സ്വാഗതം. ജഡ്ജിംഗ് പാനലിനെ പരിചയപ്പെടുത്തുകയാണ് ബഹുമാനപ്പെട്ട റിട്ടയർഡ് ഡിസ്ട്രിക്ട് ജഡ്ജ് ശ്രീ സുന്ദരം ഗോവിന്ദ്, അഡ്വക്കേറ്റ് മെമ്പർ, കോർട്ട് മീഡിയേറ്റർ കല്ലട KG അലക്സാണ്ടർ, സൈക്കോളജിസ്റ്റ് കൗൺസിലർ ഡോക്ടർ റസീന വിശ്വംഭരൻ. ഇന്ന് ഒരു പരാതിക്കാരനാണ് വന്നിരിക്കുന്നത്, ഇടവായിൽ നിന്നല്ലേ, ശ്രീ മണിപ്രസാദ്. പറയൂ, ആരൊക്കെ നിങ്ങളുടെ കുടുംബത്തിൽ? എന്റെ കുടുംബത്തിൽ എന്റെ ചേട്ടനും അനിയനും സഹോദരിയും അച്ഛനൊക്കെ മരിച്ചു. അവരൊക്കെ കല്യാണം കഴിഞ്ഞ് വേറെ വേറെ താമസിക്കുക? സഹോദരങ്ങളൊക്കെ എല്ലാം. നിങ്ങൾ എവിടെയാ വർക്ക് ചെയ്തിരുന്നേ? ഞാൻ ഗൾഫിലായിരുന്നു. ഗൾഫിൽ എവിടെ? ഗൾഫിൽ ബഹ്റിനിൽ. എത്ര വർഷം ജോലി ചെയ്തു അവിടെ? 10-22 കൊല്ലം നിന്നിട്ടാണ് ഞാൻ വരുന്നത്. അമ്മ വരിക്കുമ്പോഴാണ് വരുന്നത്. ഏത് പ്രായത്തിലാ വന്നേ? 17-18 വയസ്സ് പോയിട്ട് 40-40 വയസ്സായപ്പോഴാണ് വരുന്നത്. ഞാൻ അതുവരെ അവിടെ തന്നെ വന്നിട്ടില്ലായിരുന്നു. നല്ല ശമ്പളമൊക്കെ അന്ന് കുറവായിരുന്നു. പിന്നെ കമ്പനിയൊക്കെ ആയിട്ട് ഞാൻ നിന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അമ്മ വരിക്കുമ്പോഴാണ് വന്ന് ഞാൻ നാട്ടിൽ വരുന്നത്. അങ്ങനെയാണ് കല്യാണം കഴിക്കുന്നത്. എത്ര വയസ്സുണ്ടായിരുന്നു അപ്പൊ? അന്ന് 39-40 വയസ്സ്. ഇടവയിൽ തന്നെയാണോ? പെണ്ണിന്റെ വീട് കാപ്പില്, പാറയില്, വലിപ്പിപ്പാറ എന്ന് പറയും. അതാണ് കല്യാണം കഴിക്കുന്നത്. കല്യാണം ബ്രോക്കർ വഴി ആലോചിച്ച് ഉറപ്പിച്ച്. പാവപ്പെട്ടവരാണ്. ഞാൻ ചെന്ന് എന്റെ മാമന്റെ അടുത്ത് പറഞ്ഞു, ചേട്ടനില്ല, ചേട്ടൻ ഞാൻ ഗൾഫിൽ കൊണ്ടുപോയി. അപ്പോൾ ഞാൻ പെട്ടെന്ന് അമ്മ അരിച്ചു കയറി വരുന്നതാണ്. അന്ന് 2 മാസം കഴിയുമ്പോഴാണ് ഞാൻ കല്യാണം കഴിക്കുന്നത്. 3 മാസം ഇവിടെ നിന്ന് ഞാൻ തിരിച്ചുപോയി. കല്യാണം കഴിച്ച പെണ്ണിന്റെ വീട്ടിൽ വേറെ ആരൊക്കെ ഉണ്ടായിരുന്നു? പെണ്ണിന്റെ വീട്ടിൽ അവരെ അമ്മ, അന്ന് എല്ലാവരും ഉണ്ടായിരുന്നു. അവരെ അമ്മാമ്മ, ചേച്ചി, അമ്മാമ എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇവിടെ നിന്ന് പോയിട്ട് പോകുമ്പോഴാണ് 1 മാസം ഇവിടെ താമസിച്ചു. 3 മാസം നല്ല സന്തോഷമായിട്ട് കഴിച്ചു. പിന്നെ ഞാനങ്ങ് തിരിച്ചു പോയി. അവരെ സ്വർണ്ണം എല്ലാം അവരെ കയ്യിൽ തന്നെ ആയിരുന്നു. എത്ര ഉണ്ടായിരുന്നു? അവര് 18 പവൻ കൊടുത്തിരുന്നു. അത് തള്ളായിക്ക് കടമെന്ന് പറഞ്ഞ് എവിടെ ഞാൻ ഇവിടെ കൊണ്ട് കല്യാണം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ തിരിച്ചു കൊടുത്തു. 4 ദിവസം അവർക്ക് തന്നെ തിരിച്ചു കൊടുത്ത്. തിരിച്ചു കൊടുത്തിട്ട് ഞാൻ ഗൾഫിൽ പോവുകയാണ്. ഗൾഫിൽ പോയി 2008 ആയപ്പോൾ അവള് മിസ്സിങ് എന്നും പറഞ്ഞ് ഇതുപോലെ വന്നു. അപ്പോൾ ഞാൻ ചോദിച്ചാൽ എന്തെങ്കിലും മിസ്സിങ് എന്ന് പല രീതിയിലുണ്ട്, എന്തായാലും മിസ്സിങ് എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഇവരെ ബന്ധുവിൻ്റെ ഒരുത്തിൻ്റെ കൂടെ വിളിച്ചു ഓടിപ്പോയി. 2008 ഒക്ടോബർ 4-ന്. നിങ്ങൾ അവിടെ ആയിരുന്നു? ഞാൻ ഗൾഫിലായിരുന്നു. അപ്പോൾ ഇവരെ കാണാതായി. ആരോ ഒരാളുടെ കൂടെ വിളിച്ചോടി പോയി. ഇവരങ്ങനെയാണ് പറഞ്ഞത്. ഇവരെന്ന് കഴിഞ്ഞാൽ മുമ്പേ തന്നെ കല്യാണം കഴിച്ചു, എൻ്റെ ഇഷ്ടത്തിന് കല്യാണം കഴിക്കുന്നുണ്ട്. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഇവർ നടപടി ദോഷക്കാരാണെന്ന് അറിയുന്നത്. അപ്പോൾ പിന്നെ ആകെ ഇതായതാണ്. തള്ളയൊക്കെ അമ്മയും അവരെ ഫാമിലി എങ്ങനെയാണ്. ഈ കുട്ടി മാത്രം നല്ലത്, ഭാര്യ കുഴപ്പമൊന്നുമില്ലായിരുന്നു. വീട്ടിൽ ഇതെങ്ങനെ നിന്നോണ്. അപ്പോൾ ഞാൻ ഇതുപോലെ മിസ്സായെന്ന് പറഞ്ഞപ്പം അവരെ ചിറ്റവന് ഫോൺ ചെയ്തപ്പോഴാണ് പറയുന്നത് ഇങ്ങനെ ഒരു സംഭവമുണ്ട്. അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ വിസയുടെ ഇതുമായിട്ട് എനിക്ക് വരാൻ അറബി മരിച്ചുകൊണ്ട് ഇത് ലീവ് അടിക്കാൻ പറ്റിയില്ല. 2 മാസം കഴിയുമ്പോൾ കഴിഞ്ഞ് വന്നു. ഈ അമ്മ മരിച്ചിട്ട് എൻ്റെ അമ്മ മരിക്കാൻ കല്യാണം നടത്താം. അത് ഞാൻ പെട്ടെന്ന് ഇത്രയും കൊല്ലം വന്നുകൊണ്ട് ആൾക്കാരെല്ലാം കൂടെ പറഞ്ഞ് കല്യാണം കഴിച്ചു. അല്ലെങ്കിൽ കഴിക്കാൻ തിരിച്ചു പോകണമെന്ന് പോയി നിന്നോണ്. ഒരു ബ്രോക്കറിൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞ് ഒരു പെണ്ണ് നോക്കാൻ പറഞ്ഞു. അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ട്. പാവങ്ങളാണ്, എൻ്റെ വീട്ടുകാർക്കാർക്കും ഇഷ്ടമില്ലായിരുന്നു. അന്ന് അവർക്ക് 23 വയസ്സേ ഉള്ളായിരുന്നു. വ്യത്യാസമുണ്ട്. മിസ്സിംഗ് ആയെന്ന് പറയുമ്പോൾ അവര് വിളിച്ച് ഞാൻ അവളെ ചിറ്റമ്മൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പോൾ പറഞ്ഞ് ഇതുപോലെ അവിടെ പോയിരിക്കുകയാണ്. അന്ന് ഞാൻ അയച്ച 2005 തിരിച്ചു പോകുന്ന 2008 വരെയുള്ള പൈസയും അവരെ ബാക്കി സ്വർണ്ണമായിട്ടാണ് അവർ പോകുന്നത്. പിന്നെ അവരെ സ്വർണ്ണം ഞാൻ ചോദിക്കാനും പോയിട്ടില്ല. ഞാൻ വന്ന് എല്ലാവരും കൂടെയൊക്കെ ഒരു ഇതായി വീണ്ടും നമ്മൾ ഒരുമിച്ച് ജീവിച്ചു. അയക്കുമായിരുന്നു. ഇവർ ആൾക്കാരുടെ നിന്ന് എടുക്കും, തള്ളയും മുളകും ചെന്ന് എടുക്കും, പൈസ ഒന്നും അയക്കില്ലെന്ന്. ചവറയിലൊക്കെ ചെന്ന് എൻ്റെ ആൾക്കാരുടെ അടുത്തൊക്കെ പോകും, ചവര തെക്കും ഭാഗത്തൊക്കെ. പിന്നെ പരൂര് ചെന്ന് എൻ്റെ അനിയൻ്റെ നിന്ന് അവൻ ഗൾഫിൽ നിന്ന് വന്നപ്പോൾ ഒന്നും അയക്കുന്നില്ലെന്ന് പൈസയൊക്കെ മേടിച്ചു. ഇവർ ഞാൻ ചോദിച്ചപ്പോൾ ഏറ്റൊന്നുമില്ല, കേൾക്കുന്നതുമില്ല. ഇവർ ചോദിച്ച് മേടിച്ചു എൻ്റെ അനിയൻ്റെ നിന്ന്, ചിറ്റപ്പൻ്റെ മോൻ്റെ നിന്ന്, പരൂര് പൊഴിക്കര. അവർ പൈസ എല്ലാം അവൻ കൊടുത്ത്. ഞാനും വന്ന് കൂട്ടി ചോദിച്ചപ്പോൾ ഇവർ കേൾക്കുന്നില്ല. അല്ല, ഇവര് രണ്ടാമത് നിങ്ങൾ ജോയിൻ ചെയ്ത് വീണ്ടും ജീവിച്ചു എന്ന് പറഞ്ഞാൽ അവര് തന്നെ സ്നേഹമായിട്ട് വന്നോ? അതോ ആരാണ്? ഞാൻ ഇവിടെ വന്ന് എല്ലാവരും കൂടെ എൻ്റെ അടുത്ത് എല്ലാം കൂടെ പറഞ്ഞ് ഇവർക്ക് കയറി കിടക്കാടൊന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാം 4 പേരെയും കൂടെ ഓഹരിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ കുഴപ്പമൊന്നുമില്ല, ഒരു തെറ്റാരെക്കാലും പറ്റും. അങ്ങനെ ഞാൻ വീണ്ടും ഒന്നിച്ചിട്ട് വീണ്ടും ഞാൻ പോയി മധ്യസ്ഥം പറഞ്ഞ് വീട്ടിൽ പോയി വിളിച്ച് കൊണ്ടുവന്ന് അവരെ വീണ്ടും അവരെ വീട്ടിൽ തന്നെ എടുത്തിട്ട് പോകുന്നത്. ഞാൻ പോയിട്ട് പിന്നെ 10 മാസം നിന്നോളൂ. തിരിച്ച് പെട്ടെന്ന് ഇനി വന്ന് കൊച്ചുങ്ങളും ഇല്ല. അങ്ങനെ പെട്ടെന്ന് ഞാൻ വരികയാണ് ചെയ്തത്. പിന്നെ വന്നിട്ട് 2010 ഞാൻ വരുന്നത്. സംഭവത്തിന് ശേഷം നിങ്ങളത് വിശ്വസിച്ച് വീണ്ടും നിങ്ങൾ നിർത്തിയിട്ട് പോയി. അവളെ മാമൻ എൻ്റെ അടുത്ത് ഏറ്റ്
അയാളെ നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഞാൻ ഏറ്റെന്ന് പറഞ്ഞു. അങ്ങനെ അവളെ തള്ളേനൊക്കെ അടിക്കുകയും ചെയ്തെന്ന് തോന്നവൻ. എനിക്കറിഞ്ഞൂടെ സഹോദരൻ അവരെ മാമൻ ഇളയവൻ. ഞാൻ പോയതിനു ശേഷം അങ്ങനെ അവിടെ കിടന്ന അവസരത്തെ അവൻ എനിക്ക് ഫോൺ ചെയ്തു, രണ്ട് കൊടുത്തു. അത് നല്ലത് തന്നെ, ഞാൻ ചെയ്യാത്തത് നീ ചെയ്തത് ഏറ്റവും നല്ലത്. അടിച്ചത് തെറ്റ് ചെയ്തിട്ടല്ലേ അടിക്കുന്നത്. അങ്ങനെ വീണ്ടും വന്ന് കൊച്ചുങ്ങളൊന്നും ഇല്ലായിരുന്നിട്ട് 2010 വന്ന് 2002 മക്കൾ ജനിച്ച്, ഒരു ആണും ഒരു പെണ്ണും. അപ്പം എനിക്ക് വിചാരിച്ചു ഒന്നുകൂടെ ഗൾഫിൽ പോകണമെന്ന്. അങ്ങനെ കൊച്ചി ജനിച്ചുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്നാൽ വീണ്ടും ഞാൻ മസ്കറ്റിലേക്ക് പോയി. അവിടെ നിന്ന് ക്യാൻസൽ ചെയ്താണ് വന്നത്. തിരിച്ച് ഞാൻ മസ്കറ്റിൽ പോയി. മസ്കറ്റിൽ പോയി ഒരു 2 കൊല്ലം നിന്ന് കൈയൊക്കെ പൊങ്ങാതായപ്പോൾ ഞാൻ തിരിച്ചിഞ്ഞ് വന്നു. നിങ്ങൾ ഈ പോയ ആള് ഇവര് ഒളിച്ചോടി പോയി എന്ന് പറയുന്ന ആരാണ്, എന്തുകൊണ്ട് അത് സംഭവിച്ചു എന്നൊക്കെ ചോദിച്ചാൽ ഇവരെ അമ്മയുടെ ഇതുണ്ട്. അവളെ സ്വന്തം ആങ്ങളെയാണ്, മാമന്റെ മോളെ ഭർത്താവ്, 3 കൊച്ചുങ്ങളെ തന്തയും. അവൻ ഇന്നലെയാണ് ഇവിടെ നിന്ന് ഗൾഫിൽ വീണ്ടും പോയത്. ലീവിന് വന്നിട്ടുണ്ടായിരുന്നു. എന്നെ വിളിച്ച് ഞാൻ അവരുടെ ചോദിച്ചില്ല, എവിടെത്തും ചോദിച്ചില്ല, ഇങ്ങനെ സംഭവം ഉണ്ടായെന്ന ഇല്ലെന്ന ഒന്നും ചോദിച്ചതില്ല, സംസാരിച്ചതില്ല. ഇതിന്റെ സത്യാവസ്ഥ അറിയാൻ വേണ്ടിയാണ് ക്യാൻസൽ ചെയ്ത് വന്നത്. അപ്പോൾ ഇവളെ അമ്മ അവിടെ ചെന്ന് പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പൈസ അപകരിച്ച് സ്വത്തെല്ലാം അപകരിച്ച് വിഷം കൊടുത്തു കൊല്ലണമെന്ന്. ഇവിടെ എൻ്റെ പെണ്ണിന്റെ അമ്മ ഈ പോയവന്റെ വീട്ടിൽ ചെന്ന് പറഞ്ഞു കൊടുത്ത്. നിങ്ങൾ എങ്ങനെ അറിഞ്ഞതിപ്പം? ഏതാണ് ഈ വീട്ടിൽ ഞാൻ പോയിരുന്നു. ഇവരെ തിരക്കി പിടിച്ച് ചാത്തന്നൂര് ശീമാട്ടിയിൽ ഇവരെ ആദ്യം അഡ്രസ്സൊക്കെ മാറ്റിയൊക്കെയാണ് കൊടുത്തിരുന്നത്. ഞാൻ ക്യാൻസൽ ചെയ്ത് വന്നിട്ട് ഞാനൊരു പെണ്ണിനെ അറേഞ്ച്മെന്റ് ചെയ്തിട്ട് പറഞ്ഞു ഈ അഡ്രസ്സ് എനിക്കൊന്ന് കണക്ട് ചെയ്ത് തരണമെന്ന് പറഞ്ഞു. എനിക്ക് അറിഞ്ഞൂടാ, വീട് പറഞ്ഞൂടാ. ഇവരെ ആദ്യം ഓയൂരാണ് താമസിച്ചത്. പിന്നെ അവിടെ നിന്ന് വിറ്റുവരക്ക് പോയി. ഇവർ കംപ്ലൈൻറ്റ് ചെയ്ത് വർക്കല പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് ചെയ്തിരിക്കുന്നത് ഓയൂർ എന്നുള്ള സ്ഥലം അല്ലാതെ മേവറം എന്നാണ് വെച്ചിരിക്കുന്നത്. ഇവനെ വിളിക്കുന്ന വിശാഖൻ എന്ന് വിളിക്കുന്ന കണ്ണൻ എന്നാണ് എൻ്റെ പേരും. ഇവളെ അച്ഛൻ്റെ 2ാമത്തെ ഭാര്യയിലുണ്ടായ ചെറുക്കൻ്റെ പേരും കണ്ണൻ എന്നാണ്. അങ്ങനെ വെച്ചാൽ അവർ വർക്കല പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇത് കേസ് പിൻവലിക്കുന്നു. പേര് മാറ്റി ഇവിടെ നിന്ന് കൊണ്ടുപോകുന്ന 2 മാസം അവളെ അച്ഛൻ്റെ കൂടെ ആര്യനായിട്ട് താമസിക്കായിരുന്നു. അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ ഇതറിഞ്ഞ് ഞാൻ പെട്ടെന്ന് 2 മാസം കയറിഞ്ഞ് വന്നു. 40 ദിവസം ലീവിന് വരികയാണ് ചെയ്യുന്നത്. 45 ദിവസത്തേക്ക് വന്നു 80 ദിവസം നിന്ന്. അപ്പോൾ ഇങ്ങനെ ഇറക്കി കൊണ്ടുപോയി. ഞാൻ വന്നതിൻ്റെ പിറ്റേന്ന് അവളെ ചെറിയമ്മ കൊണ്ടുവന്ന് ഇവരെ വീട്ടിൽ കൊണ്ടുവന്നു. അതുവരെ ഇവരെ ആൾക്കാരും കയറ്റൂലായിരുന്നു. അങ്ങനെ പെൺകുട്ടി അവരുണ്ട്. അങ്ങനെ അവരെല്ലാം കയറ്റില്ലെന്ന് പറഞ്ഞത്. അപ്പോഴ് നിങ്ങൾ അയാളോട് സംസാരിച്ചോ? അവന്റെ അടുത്ത് ഞാൻ കൂടെ സഹകരിക്കുകയും ചെയ്യും, കൂടെ കാണുകയും ചെയ്യും. എന്നിട്ട് ഞാൻ ചോദിച്ചിട്ടില്ല, എവിടത്തും ഞാൻ ചോദിച്ചില്ല ഞാൻ തെറ്റുപറ്റിയ ആരെക്കായാലും തെറ്റുപറ്റി. അവനും ഞാനായിട്ട് നല്ല അവരെ വീട്ടുകാരൊക്കെ സൗഹൃദത്തിൽ തന്നെ. ഇവരുമായിട്ട് വലിയ ഇതില്ല. അപ്പോഴിതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഇവരെ വീട്ടിൽ താമസിക്കും. എങ്ങനെ സാധിക്കുന്നു മണിപ്രസാദ്? എങ്ങനെയാ നിങ്ങളുടെ ഭാര്യയുമായിട്ട് ഒളിച്ചോടിപ്പോയ ഒരാളിനോട് അതിനെക്കുറിച്ച് സംസാരിക്കാതെ? എനിക്ക് അതിനെ പറ്റിയൊരു ഇതില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളിനൊരു തെറ്റ് പറ്റും, അവനും ഞാൻ ഇങ്ങോട്ട് ചോദിച്ചിട്ടുമില്ല, സഹകരിക്കുകയും ചെയ്യും. എന്നാലും ചോദിച്ചിട്ടുമില്ല ഒരാൾക്ക് തെറ്റ് പറ്റുന്നു. അപ്പോൾ അത്രയും അറിവുള്ളതുകൊണ്ടാണ് അങ്ങനെ ചോദിക്കാത്തത്. അവരെന്നെ എങ്ങനെ ആദ്യം കാണുമ്പോൾ എങ്ങനെ പ്രതികരിക്കുക ഒന്നും ഞാൻ ചോദിച്ചൊന്നുമില്ല. അവരന്ന് അവിടെ ചെന്നപ്പോഴാണ് എൻ്റെ അടുത്ത് സംഭവം മൊത്തം പറയുന്നത്. പോയതിലെന്തേലും വിഷമം തോന്നുന്ന കാര്യം തരും. അവളെ പ്രായം 26. ഇപ്പോൾ ചാടി പോയതിനിപ്പോൾ നമുക്ക് ഞാൻ ഗൾഫിൽ നിൽക്കുന്നത്, എനിക്കൊന്ന് പിടിച്ചിട്ട് വരാൻ പറ്റും. പോട്ടെന്ന് വിചാരിച്ചു. പോയാൽ ചാവണം, അല്ലെങ്കിൽ അവിടെ പോയി ചത്തൊന്നുമില്ല. ചാവോന്നൊക്കെ പറഞ്ഞിട്ട് പോയിട്ട് അവിടെ വഴി കളഞ്ഞിട്ടങ്ങ് പോയി. വഴി കളഞ്ഞ് ഞാനും പറത്ത് അവള് അവൻ ഇതുപോലെ പോയിട്ട് അവൻ്റെ വീട്ടിൽ പോകാനായിട്ട് ഇതുപോലെ വീട്ടിലാക്കിയിട്ട് എന്താ ഭക്ഷണമായപ്പോൾ ഇവിടെ ഞാനും പറത്ത് കയ്യില. പോയതിന്റെ പേരിൽ എന്തോ ഇതായിട്ട്. അപ്പം ഞാനുമായിട്ട് 5-6 ദിവസം കണക്റ്റ് ഒന്നും ഇല്ലായിരുന്നു, ഫോണൊന്നും. പെട്ടെന്ന് ഇതാക്കി കട്ട് ചെയ്ത് വെച്ചിരുന്നു. പിന്നെ ഒരു ദിവസം എനിക്ക് മിസ് കോൾ അടിച്ചു. അപ്പാണ് ഞാൻ വിളിക്കുന്നത്. വിളിച്ചപ്പോഴാണ് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞത്. പിന്നെ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവും. എല്ലാ കാര്യങ്ങളും ഈ അവരായിട്ട് നിങ്ങളോട് എന്തെങ്കിലും ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? നിങ്ങളുടെ ഭാര്യ പോയതിനെ പറ്റി? ലീന വിളിച്ച് എൻ്റെ കാല കഴിച്ച് ഞാൻ ഒരു അടി കൊടുക്കുന്ന സമയത്ത് കാലി പിടിച്ചാൽ ഞാൻ ശേഷം പിന്നെ അടിച്ചിട്ടൊന്നുമില്ല ഒരാൾ. അപ്പം എന്നിട്ട് ഞാൻ ഈ ജീവിതം വേറെയാണ് ഇത് വേറെയാണ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് അങ്ങ് പോയി. എന്തുകൊണ്ടാണ് നീ ഇങ്ങനെ പോയത് എന്ന് ചോദിച്ചാൽ അതൊന്നും ചോദിച്ചില്ല. അവര് പറയുന്നത്, അവനും പറയുന്നത്, അവൻ്റെ വീട്ടുകാരും പറയുന്നത് കഴിഞ്ഞാൽ തള്ളയാണ് ഇതിന് സപ്പോർട്ട് ചെയ്ത് അവന് കല്യാണം കഴിച്ചു കൊടുക്കാന്ന് പറയുന്നത്. അവൻ പെണ്ണും പിള്ളയായിട്ട് പിണങ്ങിയിരുന്ന സമയത്താണ് ഇവള് ഇതാകുന്നത്. തള്ള പറഞ്ഞ അവന് കല്യാണം കഴിച്ചു കൊടുക്കാന്നും പറഞ്ഞ് പോയി. ഈ 3 മക്കളുമായിട്ട് താമസിക്കുന്ന അവന്റെ അടുത്ത് അവന്റെ പെണ്ണും പിള്ളയായിട്ട് പിണങ്ങിയിരുന്നു. അവൻ 2 കല്യാണം കഴിച്ചിട്ടുണ്ട്. ഒന്നിലൊരു കൊച്ചും അത്തിരി 2 കൊച്ചും. അങ്ങനെ ഇവളെ മാവന്റെ മോളായിട്ട് പിണങ്ങിയിരുന്ന സമയത്താണ് ഇവൻ ഇതായപ്പോൾ അവർ പറഞ്ഞു
ഭർത്താവ്. അപ്പൊ ഇവർക്ക് സ്വന്തം ആങ്ങളുടെ സ്വന്തം മോടെ ജീവിതം ആങ്ങളെ പോകുമെന്നുള്ള ആയിട്ട് ചിന്തയില്ല. ആ ഇല്ല, അത് തള്ളയ്ക്കുന്നില്ല. ഓ, തള്ള അങ്ങനത്തെ ഒരു ഇതാണ്. ഞാൻ ഇവിടെ നിന്ന് പോയി കഴിയുമ്പോൾ ഞാൻ പൈസ അയക്കുന്നില്ല, എൻ്റെ അനിയൻ്റെ അടുത്ത് നിന്ന് പൈസ മേടിക്കുകയും എൻ്റെ ഇറ്റപ്പൻ്റെ മക്കളുടെ ഇവരുടെ അടുത്ത് കൂട്ടി ചോദിച്ചു കഴിഞ്ഞാൽ ഏക്കുകയില്ല. അങ്ങനെ ഒരു ഇതുമുണ്ട്. അങ്ങനെ എപ്പോഴും മസ്കറ്റിൽ നിന്നൊക്കെ വന്ന് ഞാൻ അവരെ വീട്ടിൽ തന്നെ താമസമൊക്കെ അവിടെ തന്നെ, ജോലിക്ക് പോവും, കൊണ്ടുവരും, ജോലിയില്ലാത്ത പോയി. പക്ഷെ നിങ്ങൾ ഇത്രയും ഒരു ഉദാരമതിയായിട്ട് വളരെ വിശാല മനസ്സോടുകൂടി എല്ലാ കാര്യങ്ങളെയും ഒരു എന്താ പറയുക നേരിട്ട് ഒരാ ആളിനെ വിട്ടിട്ട് എന്താ അവര് ഓടിപ്പോയേ? പിന്നെ അവർക്കല്ലേ അറിയാവൂ, എനിക്കറിഞ്ഞൂടല്ലേ. ഇപ്പോഴത്തന്നെ ഞാൻ വന്ന് നാട്ടിൽ നിന്നപ്പം കാണാം ഇവളെ ചേട്ടൻ, ഞാൻ പണ്ട് 3 കൊല്ലം ആദ്യം ഇവിടെ നിന്ന് ഈ വഴക്ക് കൂടുന്നു, ഞാൻ ഇവളുമായിട്ട് വഴക്ക് കൂടുമ്പോൾ ഇവന് വിളിഞ്ഞു വന്നു നോക്കും. ഇതിൻ്റെ ഇടയ്ക്ക് മധ്യസ്ഥം പറയാനാ ഇങ്ങനെയൊക്കെ അറിയിക്കും ഇവളെ അടിക്കുന്നത് എന്തെങ്കിലും ഇതായിട്ട് മെയിനായിട്ട് വഴക്ക് അവളെ ചേച്ചിയുടെ ഭർത്താവ് തടസ്സം പിടിക്കാൻ പറ്റും. തടസ്സം വരും. ഇവൻ ഈ 3 കൊല്ലം ശ്രമിച്ചിട്ട് ഞാൻ വല്ലായിട്ടൊന്നും കാര്യമാക്കിയിട്ടില്ല. പിന്നെ ഞാൻ മസ്കറ്റ് പോയി, ഞാൻ അവൻ പിണങ്ങിയൊക്കെ പോയി അങ്ങ് പോയി. ഇയാള് തടസ്സം പിടിക്കുന്നത് എന്തിനായിരിക്കും? എന്തിനാണെന്ന് എനിക്ക് അവനല്ലേ അറിയാവൂ. ഓ, അപ്പം അവനെ അറിയാവൂ. അയാള് നടപടി ദൂഷ്യമുള്ള ആളാണോ അയാൾ? അവൻ നടപടി വെള്ളം അടിയൊക്കെ ഉണ്ടെന്നേ ഉള്ളു. അത്രേ ഉള്ളൂ. തടസ്സം പിടിക്കുന്നതിനകത്ത് വേറെ അത് എനിക്കറിഞ്ഞൂടാ ഉദ്ദേശമുണ്ട്. ഞാൻ ഇവിടെ നിന്ന് പോയപ്പോൾ ഞാനായിട്ട് എൻ്റെ മോളെ പ്രസവിച്ച് ഒരു 10 മണിക്ക് ദിവസം ആയപ്പം ചെറിയൊരു വഴക്കുണ്ട്. അവൻ അവൻ്റെ വീട്ടിൽ പോയി. ഞാൻ തിരിച്ച് ഗൾഫിൽ പോയിട്ട് വന്നപ്പോൾ അവൻ തിരിച്ച് ഇവിടെ വന്നു. അവൻ ഞാനായിട്ട് വഴക്ക് കൂടി പോയി. അപ്പോൾ അവൻ ഞാൻ പോയ ഉടനെ തിരിച്ചിവിടെ വന്നു. നിങ്ങൾ നാട്ടിൽ പോയി കഴിയുമ്പോൾ ആള് വരും. വീണ്ടും ഞാൻ ഇവിടെ ഇപ്പോഴും ഞാൻ വന്ന് ലീവിന് വന്നു പോണ്, പോകണമെന്ന് പോയൊക്കെ തിരിച്ചു വന്നു പോണ്. വന്നപ്പം കാണാൻ അതിൻ്റെ അന്ന് തന്നെ അവന് വീട് മാറി അവിടെ നിന്ന് പോയി. ഞാൻ വന്നുകൊണ്ട് ഒരു 2 മാസത്തോളം വേറെ താമസിച്ചു. അവിടെ വഴക്ക് കൂടി ഞാൻ ഇവിടെ നീ മാറിയൊന്നും വേണ്ട, ഈ ഇവിടെ തന്നെ താമസിച്ചോന്ന് പറഞ്ഞു. അപ്പൊ താമസിക്കുന്ന സ്വന്തം വീട്ടിലാണ്? അവരെ വീട്ടിൽ. എനിക്ക് വീടില്ല, സ്ഥലമേ ഉള്ളു. സ്ഥലമുണ്ട്. 5 സെന്റ് ഉണ്ട്. 5 സെന്റ് നിങ്ങൾ വാങ്ങിച്ചാണോ? എന്റെ സ്വന്തം. നിങ്ങൾ വാങ്ങിച്ചതാണോ? 3 മേടിച്ചത് അമ്മ 2 എനിക്ക് തന്നത്. അങ്ങനെ എന്തുകൊണ്ടായി ഇപ്പൊ ഈ 10-40 വർഷം ഗൾഫിൽ വന്നിട്ട് ഒരു വീട് വെക്കാൻ പറ്റാത്ത? പൈസയായിട്ടുള്ള ഇതില്ല. പെങ്ങളെയൊക്കെ ഇറക്കണമായിരുന്നു, പിന്നെ ആൾക്കാർക്ക് സഹായിക്കണമായിരുന്നു. എന്റെ അമ്മയുടെ ചേട്ടത്തിന്റെ മക്കളെയൊക്കെ എല്ലാവരും കല്യാണം അതും ഇതൊക്കെ ആകുമ്പോൾ അന്ന് ശമ്പളമൊക്കെ കുറവായിരുന്നു എനിക്ക്. നിങ്ങൾക്ക് നിങ്ങളുടേതായ ചെലവുകൾ കൂടുതലാണോ? ചീട്ടുകളി മദ്യപാനം അന്ന് ബാച്ചിലറായിരുന്നപ്പോ ഉണ്ടായിരുന്നു. കല്യാണത്തിന് ശേഷം വലുതായിട്ട് വെള്ളം അടിക്കൂല. അസുഖമൊക്കെ വന്നതിന് ശേഷം പിന്നെ നിർത്തിയത്. അങ്ങനെ ഇവിടെ താമസിച്ചിട്ടുണ്ടപ്പോൾ അവരെ വീട്ടിൽ ചെറിയൊരു പ്രശ്നം നടന്നു. എപ്പോഴും ഈ വഴക്ക് നടക്കാൻ കാരണം. അങ്ങനെ വഴക്ക് നടന്നപ്പോൾ ഇവൻ ഇടയ്ക്ക് ഇവര് ഫ്രിഡ്ജിൽ വെള്ളം വെച്ചതിനെ ഇവർ വെച്ചില്ലെന്ന് അങ്ങനെ ചോദിച്ചപ്പോഴാണ് ഇതാക്കുന്നത്. എന്റെ പെണ്ണ് ഫ്രിഡ്ജിൽ വെള്ളം വെച്ചിരുന്നു. അത് അവളെ ചേച്ചിയുടെ മക്കളെടുത്ത് കുടിച്ചെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഞാൻ ചോറ് കഴിച്ചപ്പോഴാണ് വഴക്ക് നടക്കുന്നത്. വഴക്ക് അവൻ രാവിലെ തൊട്ട് തുടങ്ങിയാണ്. അങ്ങനെ ചേച്ചിയുടെ ഭർത്താവ്. അങ്ങനെ ഞാൻ ചോദിച്ചത് എന്തിനാണ് ഫ്രിഡ്ജിൽ വെള്ളം വെച്ചെന്ന്. അപ്പൊ അങ്ങനെയാണ് അവനുമായിട്ട് സംസാരമായി. അവൻ സംസാരിക്കാൻ പിള്ളേരെല്ലാം കൂടെ അവന്റെ മക്കളും ഇവര് വന്ന് എന്നെ ചീത്തയും വിളിച്ച്. ഇവളമ്മ വന്ന് ചീത്ത വിളിച്ചപ്പോൾ എനിക്ക് ഇതായി. പിന്നെ വഴക്കായ സമയത്ത് എൻ്റെ ചേട്ടനെയും അളിയനെയും കൂടെ വിളിച്ചു. ഞാൻ വിളിച്ചൊന്നുമില്ല, അവര് വിളിച്ചു വരുത്തി എല്ലാത്തിനെയും വെട്ടാനായിട്ടൊക്കെ നിൽക്കുകയാണ്. വെട്ടുകത്തി എടുത്തതുള്ളത് തന്നെ വെട്ടാൻ വേണ്ടിയല്ല. അവർ 5 പേരുണ്ട്, ഞാൻ ഒറ്റയ്ക്കും. അവളെ ചേച്ചി, പെണ്ണും പിള്ള, ചേച്ചിയുടെ അമ്മോൻ, ചേച്ചിയുടെ ഭർത്താവ്, ഇവർ 4 പേരും നല്ല വയസ്സുകളാണ്. അത് ഞാൻ ഒറ്റയ്ക്കായപ്പോൾ ഞാൻ വെട്ടുകത്തി എടുത്ത്. അത്രയും നോക്കിയപ്പം ചേട്ടൻ വന്നിട്ട് പോകാമെന്ന് പറഞ്ഞു. ഞാൻ ഇറങ്ങി പോവുകയും ചെയ്തു. സാധനം പറയും കൊണ്ടുപോയി. വന്നിട്ട് 1 മാസം ചെലവിന് ഞാൻ കൊണ്ടുപോയി കൊച്ചുങ്ങൾക്ക് പൈസ കൊടുക്കുക. എൻ്റെ വീട്ടിൽ വന്നു, സഹോദരിയുടെ വീട്ടിൽ വന്നാണ് ഞാൻ നിൽക്കുന്നത്. അവിടെ വന്നിട്ട് ഞാൻ ചെലവിന് ഇതുപോലെ കൊച്ചുങ്ങൾക്ക് വീടൊക്കെ ഫോണിൽ കൂടെ വിളിച്ച് പറയുമ്പോൾ ഞാൻ അവിടെ കറങ്ങി ചെല്ലും. ഡെയിലി കൊച്ചുങ്ങൾക്ക് പലഹാരവും മേടിച്ചു കൊടുക്കും, ചെലവിനും പൈസ കൊണ്ട് കൊടുത്തു. 2 പേര്. കൊച്ചു കൊച്ചുങ്ങൾ 5.5 വയസ്സും 1 4 വയസ്സും. അങ്ങനെ ചെന്നിട്ടിരുന്നപ്പോൾ കാണാൻ എന്നെ ഒരു 5 ദിവസം കണ്ടില്ല. നേരെ അരി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കേസ് കൊടുത്തു. എന്താന്ന് പറഞ്ഞാൽ അവർ ചെലവിനൊന്നും കൊടുക്കുന്നില്ലെന്ന്. അവർക്ക് ജോലിക്ക് പോകാനുള്ള ഇതിനെ കൂടെ അവർ ചോദിച്ചു. ഇന്ന് വരെ 11 കൊല്ലം ഞാൻ കല്യാണം കഴിച്ചു, ജോലിക്ക് ഞാൻ വിട്ടിട്ടുമില്ല. അപ്പോൾ തള്ളയും ചേച്ചിയും കൂടെ പറഞ്ഞു, ചേട്ടനൊക്കെ പറഞ്ഞു നീ ജോലിക്ക് പോയി അവനെ കളയുന്നു. ഇതാണ് അവരെ പോളിസി. അവളെ ജോലിക്ക് പോയി, ഞാൻ കൊടുക്കാറുണ്ട്. അവിടെ തന്നെ താമസം, എല്ലാ ചെലവും ഞാൻ ഇവിടെ ഞാൻ മേശം പണിക്ക് പോകും. സ്ഥിരം പണിയില്ലാത്തപ്പം ഇതുപോലെ ഒരു നേരം പോക്കിന് എന്തെങ്കിലും ഇരുന്ന് അവിടെ പോകാൻ നല്ലൊരു വിഹിതം അവർക്ക് കൊടുക്കുമായിരുന്നു. മൊത്തം സാധനം എടുത്ത് കൊടുക്കുകയും ചെയ്യും,
മൊത്തത്തിലാണ് എടുക്കുന്നത്. ബാക്കി എൻ്റെ മക്കളെ ഫീസ്, പാലിൻ്റെ ഫീസ്, ഇതെല്ലാം ഞാൻ തന്നെ കൊടുക്കുന്നത്. എവിടെ അമ്മ മേടിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള സാധനങ്ങൾ അവരുടെ അമ്മയുടെ ചിലവൊക്കെ ആരാ നോക്കുന്നത്? അവർ കുറച്ച് എൻ്റെ കൂടെയാണ് ആഹാരമൊക്കെ. ചേച്ചി ഭർത്താവും മക്കളും വേറെ, ഞാൻ, എൻ്റെ പെണ്ണ്, ഈ തള്ള, എൻ്റെ മക്കൾ ഒരുമിച്ച്. ആ കുട്ടിയുടെ അമ്മ ജോലിക്ക് വല്ലതും പോവോ? ആര്? അവരുടെ അമ്മ, ലീനയുടെ അമ്മ തൊഴിലുറപ്പിനൊക്കെ പോവുകയൊക്കെ ചെയ്യും. അപ്പൊ അവരെ കൊണ്ട് കഴിയുന്ന പണികളൊക്കെ അവർ ചെയ്യുന്നുണ്ട്. അതിലുള്ള സാധനമൊക്കെ അവർ മേടിച്ച് തരും. വന്നിട്ട് ആൾക്കാർക്ക് പണി കൊടുത്തെന്ന് കഴിഞ്ഞാൽ എനിക്ക്, ഞാൻ വന്ന് ഒരു കൊല്ലമായിട്ട് നിൽക്കുന്നു, എനിക്ക് ഭക്ഷണം തരുന്നു, ഞാൻ ഇവിടെ പണിക്ക് തൊഴിലുറപ്പിന് പോകുന്ന പൈസ കൊണ്ട് അവര് സാധനങ്ങൾ വാങ്ങിച്ചു തന്നു, ആഹാര കാര്യങ്ങൾ അങ്ങനെ നടന്നു പോകുന്നു. എന്റെ പെണ്ണും തൊഴിലുറപ്പിന് പോകുന്നുണ്ട്, അതിൽ നിന്ന് കിട്ടുന്നതുകൊണ്ട് കുട്ടികളുടെ ഫീസും കാര്യങ്ങളും നടന്നു പോകുന്നു. പിന്നെ നിങ്ങൾ എന്ത് ചെയ്തു? ഞാൻ അവള് തൊഴിലുറപ്പിന് പോകുന്ന പൈസയും ചോദിക്കൂല, അതും ചോദിക്കില്ല. ഞാൻ എന്റെ വീട്ടുകാര്യങ്ങളൊക്കെ അവർ നടത്തിക്കൊണ്ടെന്ന് വിചാരിച്ച് നമ്മൾ ഉണ്ടായിരിക്കും. അത്രേ ഉള്ളൂ. അങ്ങനെയാണ് വഴക്ക് നടക്കുമ്പോഴാണ് ഞാൻ ഇനി പോരുന്നത്. അതാണോ വഴക്ക്? വഴക്ക് വേറെ ഇതിൽ തന്നെ വെള്ളത്തിന്റെ ഇതിലായപ്പോ മൊത്തത്തിൽ വഴക്കായി. ഈ ഐസ് വാട്ടറിന്റെ കാര്യത്തിൽ ഐസ് വാട്ടർ അതിന്റെ ചീത്ത വിളിയും ബഹളമൊക്കെ ആയപ്പോ ഞാൻ അടിച്ചു. അതൊരു വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ആണ് സാർ. ഒരു ഐസ് വാട്ടറിന്റെ പേരിൽ വെട്ടുകത്തി എടുക്കുക. വെട്ടുകത്തി എടുത്ത് വെട്ടാനാണോ അതോ? വെട്ടാനല്ല, അവരെ വീടിൽ വെളുത്തൊന്ന് വരട്ടാൻ വേണ്ടി. വരട്ടാൻ? അല്ല, അവർ 5 പേരുള്ളപ്പോ ഞാൻ ഒറ്റ കടിക്കാൻ നിൽക്കും. ഇവരെല്ലാം കൂടെ കൂട്ടം കഴിച്ചാൽ അടിച്ചാലേ ചെറുക്കനൊക്കെ നല്ല വയസ്സാണ്. പിന്നെ പ്രശ്നമൊന്നുമില്ല. എന്റെ ചേട്ടനെ വിളിച്ചത് ഞാൻ നേരെ വായുദാനം പറയക്കെട്ടി ഇഞ്ഞു പോന്നു. അവിടെ നിന്ന് ഇറങ്ങി ഏപ്രിൽ 30 ഇറങ്ങുന്നു. ഇതിന്റെ ഇടയ്ക്ക് ഞാൻ കൊച്ചുങ്ങൾക്ക് ചെലവിന് പൈസ കൊണ്ട് കൊടുക്കുന്നു. ഇറങ്ങി എങ്ങോട്ട് പോയി? എന്റെ അവരുടെ വീട്ടിൽ പോയി. അവിടെ പോയി താമസമാണ്. പിള്ളേരും തള്ള ഇവിടെ അവരെ വീട്ടിൽ നിൽക്കുന്നു. അപ്പൊ മണിപ്രസാദ് ചെലവിന് എത്ര കൊടുക്കുമായിരുന്നു? ഏകദേശം എത്ര കൊടുക്കുമായിരുന്നു? ഞാൻ 3000 രൂപ കൊണ്ട് കൊടുത്ത് കൊണ്ടുപോയി കൊടുത്തു. ഈ പിണങ്ങിയിരുന്നതിന് ശേഷം ഈ ഒരു മാസത്തിനകത്ത് വെച്ച്, ഒരു മാസം ആയില്ല. അപ്പൊ മാസം എന്തായാലും 3500 കൊടുക്കുന്നുണ്ട്. ഇപ്പൊ വന്നല്ലേ അതൊക്കെ അവര് വാങ്ങിക്കുന്നുണ്ട്, അത് മേടിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ കൂടെ ഒന്നും താമസിക്കത്തില്ല. മേടിച്ചിട്ട് എന്റെ പേരിൽ കേസ് കൊടുത്ത് ചെലവിന് തരുന്നില്ല. പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോ അവര് പറഞ്ഞു നിങ്ങളെല്ലാം കൂടെ ഒത്തൊരുമിച്ച് 2 പേരും കൂടെ പോയി പോലീസ് സ്റ്റേഷനിൽ പോകുന്ന അവള് പോയി. ചെലവിന് കൊടുത്തത് കോടതിയിലാണോ? പോലീസ് സ്റ്റേഷനിൽ ആദ്യം പോലീസ് സ്റ്റേഷനിൽ പോയി. ഇവളവിടെ വെച്ച് ഒത്തുതീർപ്പ് വന്നപ്പം അവര് കോടതിയിലേക്ക് വിട്ടു. ഉപദ്രവിച്ചു എന്ന് വല്ലതും പറഞ്ഞാണോ പോലീസിലെ കേസ്? അതിന്റെ ഇതായിട്ടില്ല. അല്ല, ഉപദ്രവിക്കൊന്നുമില്ല, അതൊന്നും പറഞ്ഞൊന്നുമില്ല. അവരൊക്കെ ജോലിക്ക് പോകണം അവസ്ഥ. അങ്ങനെ എന്റെ പേരിൽ അവിടെ നിന്ന് എടുത്തപ്പോ ഇവള് എന്റെ കൂടെ ഒന്ന് താമസിക്കാൻ തയ്യാറല്ല. പോലീസ് സ്റ്റേഷനിൽ വെച്ച് അവർ വന്ന് കോടതിയിൽ പോകാം. തൊഴിലുറപ്പിന് പോകുന്നുണ്ടല്ലോ, പിന്നെ ജോലിക്ക് പോകുന്നതിന് ആ ജോലിക്കല്ല, കടയിലൊക്കെ പോകുന്നു. കടയിൽ പോകുന്നൊന്നും എനിക്ക് ഇഷ്ടമുള്ള കാര്യമില്ല. ഇതൊന്നും സംഭവിച്ചുകൊണ്ട് വലിയ സംശയമൊന്നും എനിക്ക് അതിലായിട്ടില്ല. എന്നാലും ഇവള് കടയിൽ പോയാൽ വീണ്ടും ഇത് ആവർത്തിക്കും. പള്ളയുടെ പേരിന്, ചേച്ചിയുടെ പേരിന്, അങ്ങനെയാണ് അത്. ഞാൻ എൻ്റെ കൂടെ വന്ന് താമസിക്കാനായിട്ട് കോടതി കൊടുത്ത റിപ്ലൈ അതിലുണ്ട്, ഇതിലെഴുതിയിട്ടുണ്ട്. കടയിൽ പോയാൽ എന്താ? കടയിൽ പോയാൽ വീണ്ടും ഇത് ആവർത്തിക്കുന്നു. അതൊന്നും കഴിഞ്ഞാൽ അങ്ങനെയല്ല. നല്ലവരൊക്കെ പോയി കഴിഞ്ഞാൽ കടയിൽ പോകുന്നതിന് കുഴപ്പമില്ല. റെഡിമെയ്ഡ് കട വേണമെങ്കിൽ ഞാൻ ഇട്ട് കൊടുക്കാന്ന് പറഞ്ഞു. പൈസ ആൾക്കാരെന്ന് മേടിച്ചു അവിടെ ഇരുന്നാൽ പോലെ കൊച്ചുങ്ങളെ നോക്കിയിട്ട് അത് കടം മേടിച്ചെങ്കിൽ ഇട്ട് കൊടുക്കും, അതിനൊന്നും കുഴപ്പമില്ല. അല്ലാതെ വല്ലരെയും കൂട്ടത്തിൽ പോയി ബേക്കറിയിൽ നിൽക്കുക, അതൊന്നും എനിക്ക് ശരിയാവില്ല. എന്റെ ബന്ധം വേർപ്പെടുത്തിട്ട് അവൾ പോയി കടയിൽ പോവേ ഇവിടെ പോയിരിക്കുക, അതാണ് വേണമെന്നത്. അപ്പൊ അങ്ങനെ പോവുകയാണെങ്കിൽ ബന്ധം വേർപ്പെടുത്തി അവളായിട്ട് ബന്ധം വേർപ്പെടുത്തണം. അവരെ സ്വർണ്ണമൊന്നുമില്ല, ഒന്നും. അങ്ങനെയാണ് അവളെ അങ്ങനെയാണ് പറഞ്ഞത് കോടതിയിലും. ഞാൻ ഇതായിട്ട് ഇന്നലെ കേസായിരുന്നു, ഞാൻ മാറ്റി വെപ്പിച്ചോണം. ചെലവിനായിട്ടാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. 2 കോടതിയിൽ കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഫാമിലി കോടതിയിൽ ചെലവിന് കിട്ടാൻ എടുത്തിട്ടുണ്ട്. കൂടാതെ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലും കൊടുത്തിട്ടുണ്ട് അല്ലേ? ഗാർഹിക പീഡനം അനുസരിച്ച്. ഗാർഹിക പീഡനം എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഗാർഹിക പീഡനം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഉപദ്രവിക്കുമായിരുന്നു അവരെ? ഞാനങ്ങനെ ഉപദ്രവിക്കുന്നു. നേരത്തെ പറഞ്ഞു ഒരു അടി കൊടുത്തപ്പോ ഒരു അടി കൊടുത്തതേ ഉള്ളൂ. ഈ അതേ അടിച്ചോളൂ. അത് ഉപദ്രവമാണ്. ഒന്നിൽ കൂടുതൽ അടിക്കണമെന്നാണോ? മാത്രമല്ല സാർ, നേരത്തെ മാമൻ 2 അടി കൊടുത്തപ്പോ വളരെ നല്ലതെന്ന് അദ്ദേഹം പറയുന്നു. അതൊരു ഞാൻ അടിച്ചപ്പോഴാണ് അവർ എല്ലാരും കൂടെ ഒരുമിച്ച് കൂടി. മാമൻ അടിച്ചപ്പോ ഒരു പ്രശ്നമാണ്. അന്ന് ഞാൻ ഇവിടെ ഇല്ല. മാമൻ അടിച്ചപ്പോൾ ഒരു കുഴപ്പമില്ല. എവിടെ വിളിച്ച് എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ അടിച്ചപ്പോൾ തള്ളയും മക്കളും എല്ലാം കൂടെ ആ ചെറുക്കനും. അപ്പോൾ പിന്നെ 5 രൂപയ്ക്ക് നമുക്കൊരിക്കലും നിൽക്കാൻ പറ്റില്ല. അത് അവരെ വരട്ടാൻ വേണ്ടി ഞാൻ വളർത്തിയിരുന്നത്. അപ്പോൾ എൻ്റെ ചേട്ടനെ വിളിച്ചത് ഇത്രയേ ഉള്ളൂ സംഭവം. പിന്നെ വന്നപ്പോൾ അവൾ ആദ്യം എൻ്റെ അടുത്ത് ഞാൻ വാടക വീടെന്ന് പറഞ്ഞു. പിന്നെ എടുത്തപ്പോൾ വരാൻ പറ്റില്ല. അതെന്താ എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ പിടിച്ച വിട്ടത് വീണ്. അതോ പിടിച്ചു തള്ളിയതാണോ? പിടിച്ച് ഞാൻ പിടിച്ചപ്പോ ഞാൻ ഉടുപ്പിന് ഞാൻ പിടിച്ചിരുന്നത് വയ്യന്ന് വീണ്. ഉടുപ്പോ? മാക്സി ഇട്ടിരുന്നത്. മാക്സി ഇങ്ങനെ പിടിച്ചാണ്. ഞാൻ രണ്ടുപേരും കൂടെ അങ്ങോട്ട് വിലം പ്രയോഗിച്ച വഴി താഴെ വന്നു. തറയിലടിച്ചതാണ്. പൊട്ടിയോ കിട്ടിയൊന്നുമില്ല. തറയിൽ വീണപ്പോ തല പിടിച്ചിടിച്ചതാണ്. അതൊന്നും ഇടിച്ചൊന്നുമില്ല.
അപ്പോഴേക്കും അവരെല്ലാം കൂടെ ഇങ്ങ് വന്നു. പിടിക്കാനുള്ള സമയം കിട്ടിയില്ല എന്ന് തോന്നുന്നു. കിട്ടിയില്ല, അവരെല്ലാം കൂടെ ഇങ്ങ് വന്നു. ഞാൻ അവളും കൂടെ എൻ്റെ ഉടുപ്പിൽ അവൾ ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ്. തട്ടുന്നതിന് തട്ടണേ അന്ന് തട്ടണ്ടായിരുന്നു. അവൾ പോയ സമയത്ത് തട്ടണേ അന്നാണ് കെട്ടേണ്ടത്. ഇപ്പൊ 2 കൊച്ചുങ്ങൾ ഭയങ്കര വരത്തായിരിക്കും. അല്ല പക്ഷെ ഈ തറയിൽ ഇടിക്കാനുള്ളൊരു സമയം നിങ്ങൾക്ക് കിട്ടിയില്ല എങ്കിലും ഈ തല എങ്ങനെ പൊട്ടി? തല ഇതിന്റെ ഇതുപോലെ സ്റ്റെപ്പായിരുന്നു. എവിടെ എൻ്റെ ഉടുപ്പിന് പിടിച്ച് ഞാൻ എവിടെ ഉടുപ്പിന് പിടിച്ച് അതും കൂടെ മറിയാണ് ചെയ്തത്. നിങ്ങളുടെ തല പൊട്ടിയില്ല, അവരുടെ തല പൊട്ടി. അവരാണ് ആദ്യം വീണത്. അപ്പൊ തയ്യലുണ്ടല്ലോ തലയില്? തയ്യലൊന്നും ഇല്ല, ചെറുതായിട്ട് പോറിയത് ഇവിടെ ഇങ്ങനെ. പോറിയതോ? എത്ര വർഷമായത്? ഇപ്പഴ് അടുത്ത സമയത്തോ? അപ്പൊ അവരുടെ വീട്ടിൽ വെച്ചാണ് ഏപ്രിൽ 30-ാം തീയതി ഞാൻ അവിടെ നിന്ന് ഇറങ്ങുന്നത്. അന്നാണ് ഈ വടക്ക് നടക്കുന്നത്. ഈ ഐസാട്ടറിന്റെ പ്രശ്നത്തിന്റെ പേര് തുടങ്ങിയത് അവര്. അവളെ ചേട്ടൻ രാവിലെ അടിച്ചിട്ട് തുടങ്ങി. ഞാൻ പണിയും കഴിഞ്ഞ് വന്ന് കടയിലൊക്കെ ഇരുന്ന് തീറ്റൊക്കെ അടിച്ചിട്ട് അകത്ത് കയറിയപ്പോഴാണ് ഇതിനെപ്പറ്റി സംസാരമായത്. ഈ ചേട്ടൻ കാരണക്കാരനാണോ ഈ അവൻ ഇങ്ങനെ ഇതുപോലെ അപ്പോഴും വഴക്ക് നടക്കുമ്പോൾ ഇവൻ ഇടയ്ക്ക് കയറി വരികയാണ്. ഇവൻ ദൂരെ വന്നവനാണ്, വീണ്ടും എൻ്റെ അടുത്ത് വരികയാണ്. നിങ്ങൾ അടിക്കാൻ വരുന്നു? അവൻ അടിക്കാനായിട്ട് ഇങ്ങനെ കറങ്ങി വരികയാണ്. ഞാനിവിടെ എൻ്റെ ഭാര്യയായിട്ട് സംസാരിക്കുന്നത്. ഞാൻ കല്യാണം കഴിച്ച് 11 വർഷമായി. അവനും അവൻ്റെ ഭാര്യയും കൂടെ കിടന്നു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ റൂമിൽ കിടക്കുകയുള്ളൂ. അവർ വഴക്ക് കൂടിയാലും എന്തുകൂടിയാലും ഞാൻ പോവുകയില്ല, തിരക്കുകയില്ല. അവർ തങ്ങളിൽ വഴക്ക് കൂടി അവർ തങ്ങളിലങ്ങ് തീരും, ഭാര്യയും ഭർത്താവില്ല. ഇവൻ 4 കൊല്ലം കൊണ്ടുള്ള ഇതാണ് എൻ്റെ കണക്ക് കൂട്ടല്. അപ്പോൾ ഒരാള് എന്തിനിടപെടുന്നത്? ഒരു വീടാകുമ്പോ സ്ഥാനത്ത് ഒരു പെങ്ങളെ ഉപദ്രവിക്കുന്നല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ 1 തവണ 2 തവണ കുഴപ്പമില്ല. ഇതെല്ലാ തവണയും എന്താ ഉപദ്രവിക്കുന്നത്? സ്ഥിരമായിട്ട് ഈ വഴക്കുണ്ടാവുന്നുണ്ട്, സ്ഥിരമായിട്ട് അയാൾ തടസ്സം പിടിക്കുന്നുണ്ട്. സ്ഥിരം വഴക്കൊന്നുമില്ല അവിടെ. പിന്നെ ഇവൻ വെള്ളം അടിക്കും തന്നെ ആകുമ്പോൾ ഒരു സംസാരമുള്ളൂ. ആകെ 2 തവണ ഇവൻ ഒന്ന് പിണങ്ങി പോകുന്ന സമയത്ത് ഒന്ന് ഇപ്പോഴത്തെ വഴക്കേ ഉള്ളൂ. ഈ 4 കൊല്ലത്തിനിടയ്ക്ക് ഉണ്ടായിട്ടുള്ളൂ. അയാളുമായിട്ടുള്ള വഴക്കാണ്. അത് തന്നെ അവനായിട്ട് തള്ള വന്ന് ഈത്തയും വിളിക്കും. മണിപ്രസാദ്, അവരോട് നമ്മൾ സംസാരിച്ചതില് നിങ്ങൾ അവരെ നിരന്തരം ഉപദ്രവിക്കുമായിരുന്നു, നിങ്ങൾ ചെലവിന് കൊടുക്കാറില്ല. നിങ്ങൾ ഗൾഫില് 10-40 കൊല്ലം ജോലി ചെയ്ത ഒരാളിന് എന്ത് പണിക്ക് പോയാലും എന്തെങ്കിലും ഒരു അത്യാവശ്യം പൈസ ബാങ്ക് ബാലൻസ് ആയിട്ട് കാണും, അതൊന്നുമില്ല. പിന്നെ നിങ്ങൾ വെറുതെ ഇരിക്കുക. അവര് സ്ത്രീകൾ 2 പേരും അമ്മയും മകളും പോയി കഷ്ടപ്പെടുക, വീട്ടുകാര്യങ്ങൾ നോക്കുക. നിങ്ങൾ നിരന്തരം അവരെ മാനസികമായിട്ട് പീഡിപ്പിക്കുക, ശാരീരികമായിട്ട് പീഡിപ്പിക്കുക. അത് വേണ്ട, പോലീസിനെ കൊണ്ട് അന്വേഷിച്ചാൽ ആൾക്കാർ തിരക്കണ്ട. ഞാൻ 4 കൊല്ലം അവരെ വീട്ടിലാണ് താമസിച്ചത്. എന്നെ പറ്റി തിരക്കണമെങ്കിൽ നാട്ടിൽ മൊത്തവും പോലീസിനെ വിട്ട് മാഡത്തിന് അന്വേഷിക്കാം. ഇതിൽ ഏതെങ്കിലും ഒരു വീട്ടുകാർ എനിക്കെതിരായിട്ട് അഭിപ്രായം പറയാനുണ്ടെങ്കിൽ ഞാൻ സമ്മതിക്കും. നിങ്ങളുടെ കുടുംബത്തിലുള്ളവരെല്ലാം നിങ്ങളുമായിട്ട് വളരെ അനുകൂലം തന്നെ. ഞാനങ്ങനെ കുഴപ്പമൊന്നുമില്ല. എല്ലാവരും സ്നേഹമായിട്ട് എല്ലാവർക്കും സ്നേഹം തന്നെ, എല്ലാവരുമായിട്ട് വലിയ കാര്യം തന്നെ. അത് ഇവരുടെ നാട്ടിലും അതുപോലെ തന്നെ എന്നെ പറ്റി ആരും ഒരു നല്ല അഭിപ്രായം പറയുള്ളൂ. തെറ്റായിട്ടുള്ള ഇവളെ കല്യാണം കഴിച്ചതിന് ശേഷം ഇവളെ കംപ്ലീറ്റ് പൈസ എൻ്റെ ഇതാക്കിയിട്ട് കൊണ്ടുവരണം. റെക്കോർഡ് ചെയ്ത് ഞാൻ കൊണ്ടുവരുന്നതല്ലേ. അത് ഈ കംപ്ലീറ്റ് പൈസ തീർക്കുന്നവരെ ഭാര്യക്ക് കൊടുക്കുന്നതും നമ്മുടെ അയച്ചോണ്ടിരിക്കുന്നത്. ഞാൻ വന്നിട്ട് വല്ല സ്വർണ്ണം എല്ലാം കൂടെ വിറ്റ് വീട് വല്ലതും ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ അയച്ചോണ്ട് വരുന്നിരുന്നത്. പേരിൽ അയച്ചോണ്ടിരിക്കുമ്പോഴേ ഇത്ര രൂപ ഇന്ന കാര്യത്തിന് ചെലവാക്കണം എന്നൊരു നിർദ്ദേശം നിങ്ങൾക്ക് നൽകുന്നതിന് എന്തെങ്കിലും കുഴപ്പമുണ്ടായിരുന്നു? ഇത്ര രൂപ മാറ്റി വെക്കണം, ഇത്ര രൂപ നമുക്ക് വീട് വെക്കണം, ഇല്ലായ്മയെന്ന് വന്നു. അപ്പൊ പൈസ കിട്ടുമ്പോ ഇത് ബാങ്കിൽ കാണുമെന്ന് വിചാരിച്ചു. അല്ല, ബാങ്ക് വഴിയാണോ അയച്ചു കൊടുത്തോണ്ടിരുന്നത്? മറ്റേ ഇത് ഡോക്ടറായിട്ടായിരിക്കും പൈസ. എവിടെ വേലിലാണ് മാറുന്നത്. എവിടെ പാസ്ബുക്ക് ഉണ്ടെങ്കിലേ മാറാനും പറ്റുള്ളൂ. അതിന്റെയൊക്കെ തെളിവുണ്ടോ നിങ്ങളുടെ കയ്യിൽ? അത് എവിടെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ബാക്കി അവിടെ നിന്നിട്ടുള്ളത് 2008 ഞാൻ ഇവിടെ നിന്ന് പോയിട്ടുള്ളത് മൊത്തം ബാക്കി ഇന്ന് വരെ ഉള്ളത് എൻ്റെ കയ്യിലുണ്ട്. മറ്റേ എൻ്റെ പെട്ടിക്കകത്ത് നിന്ന് ഇവള് തുറന്ന് ഞാൻ ലീവിന് വന്ന് പോകാതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടോ? കൊണ്ടുവന്നിട്ടില്ല. നിങ്ങളുടെ വീട്ടിലുണ്ട്. എത്ര രൂപ ഇതുവരെ അയച്ചു കൊടുത്തിട്ടുണ്ട്? അതാണ് അത് ടോട്ടൽ എനിക്ക് നോക്കാനൊന്നും മൊത്തം ഇതുവരെ അയച്ചു കൊടുത്തതിനെ കുറിച്ച് ധാരണയില്ല. കാരണം എന്ന് പറഞ്ഞാൽ അന്ന് ഞാൻ 3 ലക്ഷം രൂപ വെച്ചിട്ടുണ്ടായിരുന്നു 2008 വരെ. അവൻ ഞാൻ ഈ രസീറ്റ് ആദ്യം വന്നപ്പോൾ എൻ്റെ ചേട്ടനായി കൊടുത്തു വിട്ട് കാണിക്കാൻ വേണ്ടി. എൻ്റെ ആൾക്കാർക്ക് എന്ന് പറഞ്ഞാൽ അവൻ ചെലവിനൊന്നും തരുന്നില്ല, പൈസ അയച്ചു തരുന്നില്ല. ഇത് അവള് പറഞ്ഞില്ല. കോടതിയിൽ എന്തോ ഈ കേസ് കോടതിയിൽ ഞാൻ ഹാജരായി. ഇന്നലെ അത് ഞാൻ പോയില്ല. ഇല്ല, അത് മാറ്റി വെച്ചിരിക്കുകയാണ്. ഞാൻ ഇവിടെ വരുന്നു. വക്കീലിനെ 26-ാം തീയതിയാണ് അവർ എഴുതി തന്നിരിക്കുന്നത്. അതിൽ എഴുതിയിരിക്കില്ലേ 26 ഞായറാഴ്ചയാണ്. 27-ാം തീയതി ഞാൻ വക്കീലിനെ വെച്ചിട്ടുണ്ട്. ഞാൻ ചെല്ലണമെന്ന് പറഞ്ഞു. അങ്ങനെ അത് നോക്കിക്കോളാം. ഇവിടെ വരുന്നോണ്ട് ഞാൻ ആദ്യം ഇവിടെ വരാമെന്ന് വിചാരിച്ചിട്ടാണ് അവിടെ പോകാഞ്ഞത്. അല്ല, ഇന്നലെ ഞാൻ ചെന്നനെയാണ്.
ചെന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ പറഞ്ഞതുപോലെ നീ ടി വിയിൽ പോയി പറയാം, പാസ്പോർട്ടും നിൻ്റെ ഇരിക്കുന്ന പേപ്പറെല്ലാം കൊണ്ടുപോയിക്കളാൻ പറഞ്ഞു. ഡേറ്റ് അറിയാൻ വേണ്ടി ഞാൻ വന്ന ഡേറ്റ്, ക്യാൻസൽ പോയ ഡേറ്റൊക്കെ അറിയാൻ പാസ്പോർട്ട് ഇത് തെളിവുള്ളതാണ്. അതിന് ശേഷം ഇവിടെ തെളിഞ്ഞതിന് ശേഷം ഞാൻ ഫയൽ ചെയ്യും. ഈ 2008 3 ലക്ഷം രൂപയും കൊണ്ട് ഭാര്യ ഒളിച്ചോടി പോയല്ലോ. അതിനുശേഷം 2008 ഇത്, ഇന്ന് 2016 അതിനുശേഷവും പിന്നെ നിങ്ങൾ പൈസ അയക്കുന്ന എല്ലാ റെക്കോർഡും എൻ്റെ കയ്യിലുണ്ട്. അതിന് ശേഷം എന്തിന് ഭാര്യയുടെ പേരിൽ അയച്ചു? അവളെ പേരിലല്ലേ അയക്കുന്നത്, ഭാര്യയുടെ പേരിൽ അന്ന് അല്ല, ഒരാളുടെ കൂടെ 3 ലക്ഷം രൂപയും കൊണ്ട് ഒളിച്ചോടി പോയ ഒരു സ്ത്രീ നിങ്ങൾ ക്ഷമിച്ചു. പക്ഷെ തിരിച്ചു വന്നതിന് ശേഷം വീണ്ടും നന്നാവുമെന്ന് വിചാരിച്ചു. എല്ലാം കൂടെ വീണ്ടും നന്നാവുന്ന നന്നാവില്ലേ. അതിനുശേഷം അവൾ വൃത്തിയായിട്ട സ്വഭാവത്തിലൊന്നും ഇടപെട്ടിട്ടുമില്ല, പടയുമില്ല. നല്ലതുപോലെ തന്നെ ജീവിച്ചും വന്നത്. 2 പിള്ളേരായി. അയച്ചു കൊടുത്ത രൂപയോ? രൂപ അവൾ ആവശ്യങ്ങൾക്ക് ചിലവാക്കും, ബാക്കി ഉണ്ടെങ്കിൽ ബാങ്കിലിട്ടേക്കും, പിന്നെ എടുക്കും. അങ്ങനെയാണ്. പിന്നെ അപ്പൊ ഇതുവരെ 40 കൊല്ലമായിട്ട് നിങ്ങൾക്കൊരു വീട് വെക്കാൻ പറ്റിയിട്ടില്ല? അതൊന്നും വെച്ചിട്ടില്ല. വീട് വെച്ചതുമില്ല. പിന്നെ ഗൾഫിൽ പോയിട്ട് പിന്നെ അവളെ കല്യാണം കഴിച്ചതിന് ശേഷം എൻ്റെ ആൾക്കാരൊക്കെ ഒന്ന് കൊടുക്കാറായി. മറ്റേ എല്ലാവർക്കും കൊടുത്തിട്ടിരുന്നു. ഇവളെ കല്യാണം കഴിച്ചതിന് ശേഷം എൻ്റെ ആൾക്കാർക്ക് ഒരു പൈസയും കൊടുക്കാറായി. 10,000 രൂപ കിട്ടി കഴിഞ്ഞാൽ അവളെ വെല്ലിങ്ങായിരിക്കും. 5,000 5,000 കിട്ടുന്നതനുസരിച്ച്. എൻ്റെ കമ്പനിയിലാണ് ഞാൻ. ഇപ്പോ അവര് വന്നാല് നമ്മൾ അവരോട് സംസാരിച്ച് ശരി, അവരിപ്പോ ചോദിക്കുകയാണ് ഭർത്താവ് ഒരു വീട് എടുത്ത് തനിച്ച് താമസിക്കണമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതിനുള്ള എൻ്റെ ഒക്കെ ഉണ്ട്. ഇവരെ വീട്ടിൽ നിന്ന് ഒരാളും എൻ്റെ വീട്ടിൽ കയറാൻ പാടില്ല. ഞാൻ താമസിക്കുന്നത് നിങ്ങൾ വാടകയ്ക്ക് വീട് എടുത്തോളൂ. വാടകയൊക്കെ നിങ്ങൾ കൊടുക്കും? അതെല്ലാം ഞാൻ കൊടുത്തോളും. ഇവളെ എൻ്റെ ഇവിടെ വന്നാൽ മതി. കൊച്ചുങ്ങളും ഇവരെ വീട്ടിൽ നിന്ന് ഇവരെ അമ്മ, ഇവരെ ചേച്ചി ആരും എൻ്റെ വീട്ടിലോട്ട് കയറാൻ പാടില്ല. വീണ്ടും കണ്ടു കഴിഞ്ഞാൽ വീണ്ടും വഴക്കാവും. പക്ഷെ നമുക്ക് അങ്ങനെ പറയാൻ പറ്റുമോ? അതല്ല, അത് ഇവിടെ ശരിയായില്ലേ ബാക്കി ഞാൻ ഇത് നോക്കിക്കോളും. ഇവർ കയറി പയറ്റിട്ടെന്നുള്ളതാണ്. അത് തന്നെ തൻ്റെ ഇടത്തെ കൂടി തന്നെ ഞാനും ഇറങ്ങിയത്. എവളായിട്ട് ചെയ്തുകൊണ്ട് ഞാനായിട്ട് പോയില്ല, കേസ് കൊടുക്കാനും പോയില്ല, ഒന്നിനും പോയില്ല. പൈസ ഞാൻ കൊണ്ട് കൊടുത്തിട്ടിരുന്നു. എന്നെ 5 ദിവസം കാണാതിരുന്നു പോലീസിനെ കൊണ്ട് കേസ് കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വന്നിട്ട് പറഞ്ഞ് അവർ SI യോജിപ്പിക്കാൻ നോക്കിയിട്ടുള്ളൂ, ഞാൻ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണ് അവർ കുടുംബത്തിലേക്ക് എഴുതിയിട്ട് വിട്ടത്. ബന്ധുക്കളാണ് അന്നേരം പ്രശ്നക്കാർ. ബന്ധുക്കളാണ് ഇവർ. തള്ളയും ഈ ചേച്ചി, നീ കടയിൽ പോടി, ചേട്ടനും പറയുന്നത് നീ ഗൾഫിൽ പോ. ഭാര്യക്ക് നിങ്ങളുടെ കൂടെ വന്ന് താമസിക്കണമെന്നുണ്ടോ? അത് അവളാണ് നിശ്ചയിക്കേണ്ടത്. ആഗ്രഹം ഉണ്ടായി. എൻ്റെ അടുത്ത് വീടും വാടക എടുക്കാൻ പറഞ്ഞു. അതിന്റെ രണ്ടിനാണ് കൊണ്ട് കേസ് കൊടുത്തത്. അതിൽ പോലീസ് സ്റ്റേഷനിൽ. അവിടെ വെച്ച് ഇവള് ഒത്തുതീർത്തില്ല. അല്ല, കേസ് കൊടുത്ത അവരല്ലേ കൊടുത്തത്? അവരാണ് കൊടുത്തത്, ഞാൻ കൊടുത്തൊന്നുമില്ല. നിങ്ങളോട് വാടകയ്ക്ക് വീടെടുത്ത് താമസിക്കാന്നൊക്കെ പറഞ്ഞിരുന്നോ? മാമന്റെ മോളത്ത് പറഞ്ഞു മണ്ണിട്ട് വരെ വീട് വാടക എടുക്കാനെന്ന് പറഞ്ഞു. വീട് വാടക എടുത്താൽ ഭാര്യ വരും. പിന്നെയാണ് അവള് പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞത് ഞാൻ വരുന്നില്ലെന്ന്. മക്കളെങ്ങനെ? മക്കൾ ഇപ്പൊ എത്ര വയസ്സാന്ന് പറഞ്ഞു? 5 വയസ്സ് 4 വയസ്സ്. 5 വയസ്സ്. അവര് വലിയ സ്നേഹമാണോ? അവിടെ നിൽക്കുമ്പോൾ സ്നേഹമുണ്ട്. ഇവളെ പേടിയാണ്. ഇവളെ പറയുന്നത് കൊച്ചുങ്ങൾ കേൾക്കുള്ളൂ. എൻ്റെ അടുത്ത് സ്നേഹം ഉണ്ടെങ്കിൽ ഞാൻ വലുതായിട്ട് അടിക്കാൻ പോകില്ല. ഇവളെ അടിച്ച് ഇത് അടിക്കും, നിരന്തരം അടിക്കുന്നത് കൊച്ചുങ്ങൾക്ക് പേടിയാണ്. അവരുടെ അടുത്ത് പോകത്തില്ല. അവരെ കൂടെ തന്നെ നിൽക്കുന്നത്, അവളെ കൂടെ തന്നെ നിൽക്കുന്നത്. ഞാനുള്ളപ്പോൾ ഞാൻ തന്നെ കൊണ്ടുവരുന്നത് ജലവും എല്ലാം പേടിച്ച് കൊടുത്തിട്ട് ഞാൻ വരുള്ളായിരുന്നു. ഇവിടെ കേസ് കൊടുത്തതിന് ശേഷമാണ് ഞാൻ കൊച്ചുങ്ങളെ കാണാൻ പോലും പോകാതായത്. ഈ അടി കൊടുത്തിട്ടും അവരുടെ കൂടെ തന്നെ കൊച്ചുങ്ങൾ സ്നേഹമായിട്ട് നല്ലോണം നിൽക്കുന്നുണ്ട്. ഉണ്ട്, അവളോട് തന്നെ നിൽക്കുന്നത്. അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? മൂത്ത കുട്ടി ഏത് ക്ലാസ്സിലാണ്? 1ാം ക്ലാസ്സിലായതേ ഉള്ളൂ. മറ്റത് ചേർത്തതേ ഉള്ളൂ. നിങ്ങൾ കൂടെ പോയായിരുന്നു സ്കൂളിൽ ചേർക്കാനൊക്കെ? അവള് തന്നെ പോയി ചേർത്തത്. അവര് തന്നെ പോയി. എന്താ പോവാത്ത സ്കൂളില്? അവള് കൊണ്ടുപോയി ചേർത്ത്. എന്നെ വിളിച്ചതുമില്ല. മൂത്തത് ഞാൻ അവിടെ നിൽക്കാൻ ചേർത്ത്, ഗൾഫിൽ നിൽക്കാൻ പോകും. അല്ല, എന്തിനാ ഇപ്പം നമ്മളിപ്പം ആരും വിളിക്കേണ്ട കാര്യമില്ലല്ലോ. നമ്മുടെ കുഞ്ഞുങ്ങളെ സ്കൂളിൽ ചേർക്കാൻ പോയി നമ്മൾ പോയി അന്വേഷിച്ച്, സ്കൂളിലെ കാര്യം അന്വേഷിച്ച് നമ്മൾ പോയി രക്ഷകർത്താവായിട്ട് നിന്ന് ഒപ്പിട്ട് കൊടുത്തൊക്കെ അവള് കൊണ്ടുപോയി ചേർക്കുന്നത്. ഞാൻ ചെല്ലാന്ന് പറയുമ്പോൾ വേണ്ട, എണ്ണം വേണ്ട, ഞാൻ പോയിക്കോളാന്ന് പറയാം. പിന്നെ ഇവിടുത്തെ ഇപ്പം പെണ്ണുങ്ങളാണെങ്കിലും കൊണ്ടുപോയി ചേർക്കുന്നത് വളർത്തുന്ന നോക്കാം. അതുകൊണ്ടാണ് പിന്നെ ഇങ്ങോട്ട് ഞാൻ വലുതായിട്ട് ഇതാവാത്തത്. അവളെ ഇഷ്ടത്തിലാണ് കൊണ്ടുപോയി ചേർക്കുന്നത്, ഇതെല്ലാം ചെയ്യുന്നത്. വേറെ കുഴപ്പമൊന്നുമില്ല. എല്ലാം അവിടെ ഇഷ്ടത്തിന് വിട്ടുകൊടുത്തല്ലേ? ഏത് കാര്യം? അതെല്ലാം ഇവിടത്തെ ചേർക്കുന്ന പെണ്ണുങ്ങളാണ്ട് പോയി കൊച്ചുങ്ങളെ ചേർക്കുന്നത്. ഭർത്താവ് ഉണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അച്ഛനുണ്ടെന്ന് പറഞ്ഞിട്ട് അച്ഛനെ വിളിക്കുന്നില്ല. സ്കൂളിലായാലും എവിടെയായാലും പക്ഷെ അതിന്റെ പേര് എഴുതി കൊടുക്കുക, തള്ള കൊണ്ടുപോയി ചേർക്കുക. ഏത് സ്കൂളിലാ ചേർത്തേ നിങ്ങളെ അറിയിച്ച? സ്കൂളിൽ LP UP സ്കൂളിൽ ചേർക്കുന്നതിന് മുമ്പ് വിളിച്ച് ചോദിച്ചായിരുന്നു, നിങ്ങളുടെ അനുവാദം ചോദിച്ചായിരുന്നു ഇന്നടുത്ത് ചേർക്കട്ടോ? അതൊന്നും ചോദിച്ചില്ല. അഭിപ്രായമൊന്നും ചോദിക്കുന്നില്ല. അവരവളെ അമ്മയൊക്കെ പറയുന്ന അഭിപ്രായം കേൾക്കുള്ളൂ. അല്ല, സാധാരണ ഭർത്താവ് പറയുന്ന അഭിപ്രായം. അതുകൊണ്ടാണ് എനിക്ക് ഉൾക്കൊള്ളാൻ വയ്യാത്തത്. ഞാൻ പറയുന്നത് ജോലിക്ക് കൊണ്ടുവന്ന് അല്ലെങ്കിൽ ചേച്ചിയും കൂടെ പറയുന്നത് കേട്ട് ചേട്ടനൊക്കെ പറയുന്നത് കേട്ടാ പോകുന്നത്.
ഗൾഫിൽ പോകണമെന്നുള്ള മോഹമൊക്കെ. അവർ പറഞ്ഞെന്ന് കഴിഞ്ഞാൽ നിന്നെ ഗൾഫിൽ വിടാന്ന്. നീ അവനെ കളെ പോട്ട്. ആര് ഗൾഫിന് വിടാ? ആരെ വിടാന്ന്? എവളാ? ഓ, അപ്പോൾ തള്ളക്കൊക്കെ മോക്കൊക്കെ വെറുതെ തിന്ന് അവൾ ഈ തള്ള ജോലിക്ക് പോയിട്ടില്ലല്ലേ. എന്തോ ജോലി ഉണ്ട് ലീനയ്ക്ക്, പഠിത്തം. ലീനയ്ക്ക് അവൾക്ക് 10 വരെ പഠിച്ചിട്ടേ ഉള്ളൂ. 10 വരെ പഠിക്കും. പക്ഷെ രണ്ടുപേരും തൊഴിലുറപ്പിനും പോകുന്നുണ്ടല്ലോ അവര്. തൊഴിലുറപ്പിന് ഇവിടെ ഇടയ്ക്ക് വെള്ളം എപ്പോഴും കാണില്ലല്ലേ. ആ, ഗൾഫിൽ ഇടയ്ക്കൊക്കെ പോകാനായിട്ടെന്ന് കഴിഞ്ഞാൽ പാസ്പോർട്ട് എടുത്തു കഴിഞ്ഞാൽ ഗൾഫിൽ കൊണ്ടുപോകും. ആരാ കൊണ്ടുവന്നേ? അവരെ സ്വന്തത്തിൽ ആരെങ്കിലും കൊണ്ടുപോകും. പെണ്ണുങ്ങളല്ലേ. പാസ്പോർട്ട് വല്ലതും എടുത്തിട്ടുണ്ടോ? പാസ്പോർട്ട് എടുത്തിട്ടില്ല. പാസ്പോർട്ട് എടുക്കാൻ ഞാൻ സമ്മതിക്കുകയില്ല. എൻ്റെ മാരേജ് സർട്ടിഫിക്കറ്റ് വെച്ചിട്ടുണ്ട്. ഇല്ല, പിന്നെ എങ്ങനെ ഗൾഫിൽ പോകുന്ന? പാസ്പോർട്ട് എടുക്കാല്ലേ. പാസ്പോർട്ട് എടുക്കുന്നതിന് എന്തൊക്കെയാണ് മാരേജ് സർട്ടിഫിക്കറ്റ് ഇനി എടുത്തോണ്ട് പോകും. ഇതുവരെ ഒന്നും തയ്യാറാക്കി പോകണമെന്നുണ്ടോ? ഇപ്പോൾ എൻ്റെ മാരേജ് സർട്ടിഫിക്കറ്റ് അവളെ കയ്യിലിരിക്കുകയാണ്. ഓ, ഇതൊണ്ടെങ്കിലേ പാസ്പോർട്ട് എടുക്കാൻ കഴിയും. എൻ്റെ പേരിൽ എടുക്കാൻ പറ്റില്ലെന്നേ ഉള്ളൂ. എനിക്ക് ബന്ധം കഴിഞ്ഞാലും വേറെ ആരെങ്കിലും എല്ലാം കഴിച്ച് അവരെ പേരിൽ എടുത്തുകൊണ്ട് പോകാം. അവസാനം കല്യാണം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കാണ് അവർ എൻ്റെ അടുത്ത് വരാതെ 2-3 ദിവസം വരാതെ കണ്ട പെണ്ണുങ്ങളുടെ അടുത്ത് പോയി കള്ളം കുടിച്ച് ചുറ്റും കളിച്ച് കിടന്നത്. എൻ്റെ കൊച്ചുങ്ങൾക്ക് സ്കൂൾ തുറന്ന് ഒരു 10 പൈസ തന്നിട്ടില്ല. എൻ്റെ മോള് പോണത് കാണാൻ ഒരു ചെരുപ്പ് പോലും ഇല്ലാതെ പോണത്. 4 വയസ്സെന്ന മോളെ എൻ്റെ മോനെയും കൂടെ എനിക്കറിയാം വളർത്താൻ. എനിക്ക് വേണ്ടെന്ന് പറയുന്ന കാര്യം അതാ മെയിൻ. അത് ഏത് സമയം എന്നെ ഉപദ്രവിപ്പാ ജോലി. വീട്ടിൽ നിന്ന് പിണങ്ങിപ്പോയി എന്നെ അടിച്ച് ഉപദ്രവിച്ച് നെറ്റി വരെ പൊട്ടിച്ചിട്ടാണ് വന്നത്. പിന്നെ പോരെങ്കിൽ കൂടെ ജീവിച്ചിട്ട് അവർ എൻ്റെ ചേട്ടനെ സംശയിക്കുന്നു, ചേച്ചിയുടെ മോനെ സംശയിക്കുന്നു. സ്ത്രീ പീഡനത്തിന് കേസ് വല്ലതും കൊടുത്തിരുന്നു? കേസ് കൊടുത്തില്ല. അനിയത്തി മേടിച്ച് വെച്ചാൽ ആരാണെങ്കിലും അമ്മയെ അടിക്കാനും വെട്ടാനും പിച്ചാത്തി എടുക്കുന്ന കുന്താലി കൈ എടുക്കുന്ന എല്ലാം ചെയ്യുന്നു. ഏത് സമയം എന്ത് നാക്കെടുത്താലും അപ്പോഴും അമ്മയെ അടിക്കാൻ കയറും. അമ്മയെ അടിച്ച് അവർ എൻ്റെ കുഞ്ഞമ്മയെ അടിച്ച് എല്ലാം ചെയ്തിട്ടായിരിക്കുന്നത്. ജീവിച്ചിരിക്കുമ്പോൾ അവരെ കൂടെ പോയി ജീവിച്ചിരുന്നാൽ 2 മാസം കഴിയുമ്പോൾ ഞാനും എൻ്റെ കൊച്ചുങ്ങളും ചാവേണ്ടി വരും. അത്രയും ക്രിമിനൽ സ്വഭാവങ്ങളുണ്ട്. ഇപ്പം പറയുന്നല്ല പിന്നീട് സമയത്ത് പറയുന്നത്. അവരങ്ങനെ പറയുന്നത്. കല്യാണം കഴിച്ചിട്ട് അവർ പറഞ്ഞ എൻ്റെ വീട്ടിനകത്ത് പെണ്ണുങ്ങൾ നിറച്ചുകൊണ്ട് അത് കണ്ടിട്ടാണ് എന്നെ വന്ന് കെട്ടിയത്. ജീവിതം സാക്ഷി എന്ന ഈ ലോക് അദാലത്ത് വളരെ സുതാര്യവും പണച്ചിലവില്ലാത്തതുമാണ്. ജീവിതം സാക്ഷിയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഞങ്ങളെ എഴുതി അറിയിക്കുക. ഞങ്ങളുടെ വിലാസം: പ്രൊഡ്യൂസർ ജീവിതം സാക്ഷി, കൈരളി TV, കൈരളി ടവേഴ്സ്, പാളയം, തിരുവനന്തപുരം. പിൻ 695034. ഫോൺ 9496330111.